ശാങ്കര പ്രേമകോശം. ശാങ്കരം എന്ന് പറയുമ്പോൾ അത് ശങ്കരനെയും ശങ്കരിയെയും സംബന്ധിക്കുന്നതാണ്. ശങ്കര ശങ്കരി യോഗം അത് ശിവശക്തി യോഗമാണ്. അങ്ങനെ ശിവശക്തി യോഗത്തിലൂടെ ആവിർഭവനായ വിനായകൻ, ശിവന്റെയും ശക്തിയുടെയും പ്രേമത്തിൻ്റെ ഫലമായിട്ടാണ് വിനായകത്വം സംഭവിക്കുന്നത്. വിനായകൻ മാത്രമല്ല വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും തന്നെ അതിൻ്റെ സർജന പ്രക്രിയ നടക്കുന്നത് ശങ്കര ശങ്കരി യോഗത്തിലാണ്. അത് പരമമായ ഒരു പ്രേമത്തിലാണ് അത് സംഭവിക്കുന്നത്. ഒന്ന് സംസൃഷ്ടമാകുന്നത് അങ്ങനെയാണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ളതായ പാരസ്പര്യത്തിലൂടെയാണ് അറിവ് സംജാതമാകുന്നത്. പരിപൂർണമായ അറിവിൻ്റെ സുതാര്യമായ വെളിപ്പെടലുകൾ അത് ഗുരുശിഷ്യ പാരസ്പര്യത്തിലാണ്. ഗുരുവും ശിഷ്യനും ഒന്നായി തീരുന്ന സന്ദർഭം, അതിലൂടെയാണ് പരവുമായിരിക്കുന്നതായ അറിവിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നത്. അതുപോലെയാണ് ഇവിടെ പരമ്പൊരുളിൻ്റെ പ്രാവിർഭാവ സ്വരൂപം അല്ലെങ്കിൽ സ്വഭാവമായി തന്നെ വിനായകൻ ആവിർഭവിക്കുന്നത്. നാം ഈ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു ചെടിയിൽ നിന്നും പൂവ് പുറത്തേക്ക് തള്ളി വരുന്നത് യാതൊന്നിൻ്റെ ചോദനയാലാണോ? അതാണ് അതിൻ്റെ അടിസ്ഥാനം. ആ പൂവിൽ നിന്നും ഒരു കായ്, അതിൻ്റെ ഫലം ആവിർഭവിക്കുന്നത് ഏതൊരു പരമപ്രേമത്താലാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രാധാമാധവം പോലെ അല്ലെങ്കിൽ രാധാകൃഷ്ണ പ്രേമം പോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവനും ആത്യന്തികമായ സത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതായ ഒരു പ്രേമസ്വരൂപം നമുക്ക് കാണുവാൻ കഴിയും. ശിവനെ കൂടാതെ ശക്തി ഇരിക്കുന്നില്ല, ശക്തിയില്ലാതെ ശിവനും ഇരിക്കുന്നില്ല. രണ്ടുപേരും ജഗത് പിതാക്കന്മാരാണ്. വാഗർത്താവിവ സമ്പർക്കോ വാഗർത്ത പ്രതിപത്തയെ ജഗതക പിതരോ വന്ദേ പാർവതി പരമേശ്വരോ. ജഗത് പിതാക്കന്മാരാണ് പാർവതിയും പരമേശ്വരൻ. എങ്ങനെയാണോ വാക്കും അർത്ഥവും ഇണങ്ങി നിൽക്കുന്നത്, അതുപോലെയാണ് പാർവതി പരമേശ്വര ബന്ധം ഇണങ്ങി നിൽക്കുന്നത്. അതിലൂടെ രൂപപ്പെട്ടു വരുന്നത് എന്താണ്? പരമമായ അറിവിൻ്റെ ഒരു യജ്ഞശിഷ്ടം പോലെയാണ്. പാർവതി പരമേശ്വര യോഗം എന്ന് പറയുന്നത് ഒരു യജ്ഞമാണെങ്കിൽ ആ യജ്ഞത്തിൻ്റെ യജ്ഞശിഷ്ടമാണ് വിനായകൻ എന്ന് പറയാൻ സകലതും അത് തന്നെയാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്ന ഒന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് പാർവതി പരമേശ്വര സംയോഗത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി, വാത്സല്യത്തെപ്പറ്റി, പ്രേമസ്വരൂപതയെപ്പറ്റി ഗുരു വ്യക്തമാക്കുന്നു. ശാങ്കര പ്രേമകോശം ധൃതശ്രീ നിശേഷം. നിശേഷനാണ്. ആരാണ് നിശേഷൻ? നിശേഷൻ ചന്ദ്രനാണ്, നിശയുടെ ഈശനാണ്. നിശയുടെ ഈശനെ പരമേശ്വരൻ ധരിച്ചു വച്ചിരിക്കുന്നു, തൻ്റെ മൗലിയിൽ ധരിച്ചിരിക്കുന്നു. ശ്രീയുക്തനായ ചന്ദ്രനെ ധരിച്ചിരിക്കുന്നതായ ശിവൻ. ഇവിടെ ചന്ദ്രൻ എപ്പോഴാണ് ഉദിക്കുന്നത്? രാത്രിയിലാണ്. രാത്രിയിൽ ഉദിക്കുന്നതായ ചന്ദ്രൻ നിശയുടെ ഈശനാണ്, എന്നാൽ ശ്രീയുക്തനുമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിരാഗതയുടെ ദേവനാണ്, വൈരാഗിയാണ്. വിഷ്ണുവിനെയാണ് ശ്രീയുക്തൻ എന്ന് പറഞ്ഞെങ്കിൽ കുറെ കൂടി ചേരും, കല്യാണ ഗുണകളേബരനാണ്. എന്നാൽ പൂർണ്ണമായിട്ടും വിരാഗത പ്രാപിച്ചിരിക്കുന്നതായ
പരമേശ്വരന്റെ മൗലിയിൽ കല്യാണ ഗുണങ്ങളോട് കൂടിയ ഈ ചന്ദ്രനെ വെച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ചേരുക എന്ന് നമുക്ക് സത്യാന്വേഷിയോ ഒരുപക്ഷെ ചിന്തിച്ചു പോകും, അല്ലാത്തവർ ചിന്തിക്കില്ല. അതൊരു ഭംഗിക്ക് വെച്ചിരിക്കുന്ന ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു മാനസിക പ്രക്രിയയുടെ സമൂർത്ത ഭാവമാണ്, വൈകാരികതയുടെ തലമാണ്. വൈകാരികതയുടെ തലങ്ങൾ ഉയർന്നു വരുന്നത് എപ്പോഴാണ്? അജ്ഞാനാന്ധകാരങ്ങളെല്ലാം വർദ്ധിച്ചു വരുമ്പോഴാണ്. അവിദ്യ കൊടികുത്തി വാഴുമ്പോൾ മനസ്സിന്റെ പ്രഭാവം ശക്തമായിരിക്കും. അതേസമയം ജ്ഞാനസമ്പന്നതയിലേക്ക് വരുമ്പോൾ തമസിൽ നിന്നും രജസ്സിലേക്കും രജസ്സിൽ നിന്നും സത്വഗുണത്തിലേക്കും വരികയും അപ്പോൾ മാനസിക പ്രഭാവം കുറഞ്ഞു കുറഞ്ഞു വരും. ഒരുപക്ഷെ നിർമ്മലമായ ഭക്തിയുടെ സ്വഭാവത്തിലേക്ക് മനസ്സ് വരുവാൻ സാധ്യതയുണ്ട്, സാത്വിക ഭാവത്തിലേക്ക്. പിന്നീട് ഗുണാതീതനായി തീരുകയാണ്. അവിടെ മാനസിക വ്യാപാരങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മാനസിക പ്രഭാവം വർദ്ധിച്ചു വരുന്ന എപ്പോഴാണ്? നമ്മുടെ ഉള്ളിൽ ഈ ഗുണങ്ങൾക്ക് വിധേയമായിരിക്കുന്നതായ ഒരു സമ്മിശ്ര ഭാവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അത് വൈകാരികതയുടെ തലം, വിഷയ ലോകത്തിന്റെ തലം, ആശ്ചര്യതയുടെ ഒരു ലോകം ഒക്കെയാണ്. നമ്മൾ ചിന്തിച്ചു കൂട്ടും അല്ലേ? വിചാരം അതിനേക്കാൾ നല്ലതാണ്. അതിനേക്കാൾ നല്ലതാണ് വിചാരണ ചെയ്യുക എന്നുള്ളത്. നാം നമ്മെ ഒന്ന് വിചാരണ ചെയ്യണം. അത് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ചിന്തയുടെ ലോകം പ്രബലമാകും. അവിടെ മനോവ്യാപാരങ്ങൾ കൂടുകയും കൂടുതൽ കൂടുതൽ കലുഷിതമായി തീരുന്നതായ ഒരു അന്തരംഗം ഉണ്ടാവും. അതെല്ലാം നിശയുടെ പ്രതീകമാണ്. രാത്രി എന്ന് പറയുന്നത് ഇരുട്ടാണ്, ഇരുളാണ്. അപ്പൊ ആ ഇരുളിനെ ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. ഇരുളിൽ എങ്ങനെയാണോ മനസ്സിന്റെ പ്രഭാവം വർദ്ധിക്കുന്നത്, മനസ്സ് കൂടുതൽ കലുഷമായി തീരുന്നത്, അതുപോലെയാണ് ഇരുളിൻ്റെ പ്രതീകമായിരിക്കുന്നതായ അജ്ഞാന നിശയുടെ ഈശൻ അവിടെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതായ ആ ചന്ദ്രനെ ഭഗവാൻ ശിവൻ, പരമേശ്വരൻ തൻ്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം പ്രസാദാത്മകമായിട്ടുണ്ടോ, എന്തെല്ലാം നിഷേധാത്മകമായിട്ടുണ്ടോ അതിനെല്ലാം തന്നിൽ ധരിച്ചിരിക്കുന്നവനാണ് ശിവൻ. ഒന്നിനെ വിട്ടുകളയുന്നില്ല. ഈ മനസ്സിനെ തന്നെ വേണം യമനം ചെയ്ത് ശിവത്വത്തിലേക്ക് പ്രവേശിക്കാൻ, ശിവത്വത്തിനോട് പാരസ്പര്യപ്പെടുവാൻ. അപ്പൊ രണ്ട് പാരഡോക്സസ് ആയിട്ട് നമുക്ക് തോന്നും. ശിവനിൽ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നതെന്ന്. വാസ്തവത്തിൽ സകലതിനെയും പ്രഭവിപ്പിക്കുവാൻ കഴിവുള്ളവനാണല്ലോ. എല്ലാം പ്രഭവിക്കുന്നത് ഈ ശിവനിൽ നിന്ന് തന്നെയാണ്. അത് സദാത്മകമായാലും ശരി, ചിതാത്മകമായാലും ശരി, ആനന്ദാത്മകമായാലും ശരി, എല്ലാം ആവിർഭവിക്കുന്നത് സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ശിവനിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് നിശയുടെ ഈശനെ തൻ്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്നത് തികച്ചും സംഗതമാണ്, വൈരുദ്ധ്യങ്ങളല്ല എന്ന് വേണം നമുക്ക് കാണുവാൻ. മുന്നേ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, വിനായകനെ കുറിച്ച് വർണ്ണിക്കുമ്പോഴും അതിനെ മനനം ചെയ്യുമ്പോഴും എല്ലാം ആകവേ ഒരു ശിവമയം എല്ലാത്തിലും കാണാം. വിനായകൻ പരമേശ്വരന്റെ ഔരസപുത്രനല്ല, മറിച്ച് ഏത് തരത്തിലുള്ളതായ പുത്രനാണ്? ഒരു എപ്പിസ്റ്റമോളജിക്കൽ സൺ എന്ന് വേണമെങ്കിൽ ഒരു സ്പിരിച്വൽ സണ്ണാണ്. വിനായകൻ എന്ന് പറയുന്നത് പരമേശ്വരന്റെ സ്പിരിച്വൽ സണ്ണാണ്, അറിവിൽ നിന്നും സംജാതമായതാണ്. ശാന്തം ശംഭു തനുജം
സത്യമനാധാരം ജഗദാധാരം. ശാന്തം ശംഭു, ശംഭുവിൻ്റെ തനുവിൽ നിന്നും ജന്മം കൊണ്ട സ്കന്ദൻ സുബ്രഹ്മണ്യൻ. ശംഭുവിൻ്റെ തനു എന്താണ്? ശിവന്റെ ശരീരം എന്ന് പറയുന്നത് അത് അറിവ് വടിവാർന്നതാണ്. നമ്മൾ ആത്മോപദേശ ശതകത്തിലൂടെ കടന്നു പോകുമ്പോൾ പറയില്ലേ, കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്ത് മോർക്കിലെല്ലാം പരവിളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടണം. കരണവും ഇന്ദ്രിയവും കളേബരവും, എൻ്റെ അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും ആകെയുള്ള ഈ ശരീരവും അവിടെ നിന്ന് അങ്ങോട്ട് വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വിശ്വം മുഴുവനും പരവളി തന്നിലുയർന്ന ഭാനുമാന്റെ തിരുവുരുവാണ്. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ചിന്തിക്കുമ്പോൾ പരമേശ്വരന്റെ ഈ ശരീരം എന്ന് പറയുന്നത് പരവലി തന്നെ ആവിർഭവിച്ചിരിക്കുന്നതാണ്. ഈ രൂപഭാവങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ശിവമൗലിയിലെ ചന്ദ്രനെയും കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്നതായ സർപ്പങ്ങളും കപാലങ്ങളും ഈ കരുത്തോലും എല്ലാം നമ്മൾ നോക്കുമ്പോൾ, സൂക്ഷിച്ചു നോക്കുമ്പോൾ അതെല്ലാം തന്നെ ആവിർഭവിച്ചിരിക്കുന്നത് ഈ തിരുവുരുവായിരിക്കുന്നതായ പരമ്പരളിൻ്റെ ദിവ്യമായ ശരീരം തന്നെയാണ് ഈ ദൃശ്യപ്രപഞ്ചം എന്നുള്ളതിലേക്ക് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സകലതും ആ പരമപ്രേമത്തിൻ്റെ, പരമകാരുണ്യത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ എല്ലാം സംസൃഷ്ടമായിട്ടുള്ളതായ ഭാവമാണ് സകലതും എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉള്ള മനസ്സ് വെച്ചുകൊണ്ട് നമ്മൾ വെളിയിലേക്ക് നോക്കുമ്പോൾ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ലാവണ്യമായിട്ട് തോന്നണം, ഒരു ലാവണ്യ അനുഭവമായിട്ട് തോന്നണം. പക്ഷേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്ലേശസങ്കുലമാണെങ്കിൽ, ദുഃഖപൂരിതമാണെങ്കിൽ വെളിയിൽ ലാവണ്യമൊന്നും കാണൂല. കാണുമോ? നിത്യമായ ദൈവികമായ ഒരു സൗന്ദര്യത്തിൻ്റെ ആവിർഭാവങ്ങളാണിതെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നിത്യമായ ദൈവിക സൗന്ദര്യം നമ്മുടെ ഉള്ളിൽ ആവിർഭവിക്കണ്ടേ? അങ്ങനെ നിത്യമായ ദൈവികമായ ഒരു സൗന്ദര്യബോധം നമുക്കില്ല എങ്കിൽ ഈ ജീവിതം എന്ന് പറയുന്നത് നരകമാണ്. ഈ ലോകവീക്ഷണം എന്ന് പറയുന്നത് നരകമാണ്. അവിടെ ഒരു സൗന്ദര്യ ലഹരി നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ ആത്മബോധത്തിലേക്ക് നമുക്ക് എത്ര കണ്ട് വരാൻ കഴിയും? അത്രയും വരുമ്പോഴാണ് ഈ ജീവിതം സരളമായി തീരുന്നത്. മറ്റു വിഷയങ്ങളിലേക്ക് പോയി 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 നമ്മുടെ സാരല്യത നഷ്ടപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മികമായ താല്പര്യമുള്ള ഏതൊരാളും കർമ്മങ്ങളുടെ ലോകം അല്പാൽപ്പം മാറ്റിവെക്കേണ്ടി വരും. അതിൽ നിന്നെല്ലാം മാറി മാറി വരേണ്ടി വരും. അപ്പോൾ ഒരു സ്ഥലത്ത് ഈ ലാവണ്യ ദർശനം എന്ന് പറയുന്നത്, ലാവണ്യം എന്ന് പറയുന്നത് ക്ഷണഭംഗരമാണ്, നിലനിൽപ്പില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ബുദ്ധൻ സിദ്ധാർത്ഥനായിരിക്കുന്ന സമയത്ത്, പിന്നീടാണല്ലോ ബുദ്ധനാവുന്നത്, ബുദ്ധനാകാതിരിക്കാൻ വേണ്ടി അച്ഛൻ എല്ലാ പണികളും ചെയ്തതാണ്. മനോഹരമായ രമ്യഹർമ്മ്യങ്ങളെല്ലാം പണിത്, വർഷകാലത്ത് ജീവിക്കുവാനുള്ള രമ്യഹർമ്മ്യം, മഞ്ഞകാലം വരുമ്പോൾ താമസിക്കുവാൻ വേറൊരു രമ്യഹർമ്മ്യം, ഇങ്ങനെ ഇങ്ങനെ ശരത്കാലം വരുമ്പോൾ താമസിക്കുവാൻ മനോഹരമായ വേറൊരു രമ്യഹർമ്മ്യം, ഇതെല്ലാം പണിത് എല്ലാവിധ ആർഭാടങ്ങളും ഒരുക്കി വെച്ചു. ഒത്തിരി സുന്ദരികളെ തന്നെ അവിടെ താമസിപ്പിച്ചു സിദ്ധാർത്ഥന്റെ കൂടെ. അപ്പോൾ ഇതിനകത്ത് മോഹിതനായിട്ട് സന്യാസത്തിലേക്കൊന്നും ബുദ്ധനായി അല്ലെങ്കിൽ ബുദ്ധഭിക്ഷുവാകാതിരിക്കാൻ വേണ്ടി അച്ഛനെല്ലാം ചെയ്തു കൂട്ടി യശോധര മഹാരാജാവ്. പക്ഷേ സിദ്ധാർത്ഥൻ അന്ന് പറഞ്ഞിരുന്നു, നിങ്ങളിൽ ഈ കാണുന്നതായ ഈ സൗന്ദര്യമൊന്നും ശാശ്വതമല്ല. ഈ തൊലിയൊക്കെ ചുക്കിച്ചൊളിയും, ജരബാധിക്കും, മുടികളെല്ലാം കൊഴിയും, ഇതൊന്നും നിലനിൽപ്പില്ല എന്ന്. അപ്പോൾ ബുദ്ധൻ അന്വേഷിച്ചത്, സിദ്ധാർത്ഥൻ അന്വേഷിച്ചത് വാസ്തവത്തിൽ എന്തായിരുന്നു? ക്ഷണഭംഗരങ്ങളായ ലാവണ്യത്തെ ആയിരുന്നില്ല, നിത്യമായ ദൈവിക സൗന്ദര്യം എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുകയായിരുന്നു.
അതാണ് ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തി എന്ന് സിദ്ധാർത്ഥൻ കണ്ടിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കണം, നിത്യമായ ദൈവിക സൗന്ദര്യത്തിൻ്റെ പ്രകടഭാവങ്ങൾ തന്നെയാണ് ക്ഷണഭംഗുരങ്ങളായിട്ടുള്ളതായ ഈ ലാവണ്യാനുഭവം. അല്ലേ? എവിടെന്നാ വന്നേ? ഇന്നിപ്പോൾ ക്ഷണികമാണെങ്കിൽ പോലും ആ സൗന്ദര്യം എവിടെന്നാ വന്നത്? നിത്യമായ ദൈവികമായ സൗന്ദര്യത്തിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യും. ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യാത്ത ഒരു ദിവ്യമായ സൗന്ദര്യത്തെയാണ് നിത്യമായ ദൈവികമായ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിത്യമായ ദൈവികമായ സൗന്ദര്യം, നിത്യമായ സൗന്ദര്യ അനുഭൂതി അത് എറ്റേണലാണ്. അത് എറ്റേണൽ ആയിരിക്കുമ്പോഴും ക്ഷണികങ്ങളായിട്ടുള്ളതായ ലാവണ്യ അനുഭവങ്ങളും ലാവണ്യ ദർശനങ്ങളും ഉണ്ടായി മറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ഹോമം ചെയ്തപ്പോൾ അവിടെ ഒരു വലിയൊരു അഗ്നിയെ കണ്ടു. ആ അഗ്നിയിൽ നിന്നും ചിന്നിച്ചിതറിയ അഗ്നിസ്ഫുല്ലിംഗങ്ങൾ കണ്ടു. അത് വളരെ ക്ഷണികങ്ങളായിരുന്നു. പക്ഷേ അഗ്നി ഉള്ളിടത്തോളം കാലം ഈ സ്ഫുല്ലിംഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നിത്യമായ സൗന്ദര്യം ഉണ്ടായിരിക്കുമ്പോഴും ക്ഷണഭംഗുരങ്ങളായിട്ടുള്ളതായ ലാവണ്യ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ നിത്യമായ ദൈവിക സൗന്ദര്യം എങ്ങനെയാണോ എറ്റേണലായിരിക്കുന്നത്, ഭാസ്വരമായിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ക്ഷണികങ്ങളായിട്ടുള്ളതായ ഈ ലാവണ്യ ദർശനവും അനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വളരെ സുന്ദരമാണ്. ആ കുഞ്ഞ് വളർന്നു, പിന്നെ തിരോഭാവം ഉണ്ടാകും. ആ ശരീരം ശോഷിച്ച് കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ളതായ സൗന്ദര്യം എല്ലാം കെട്ടുപോകും. പക്ഷേ കെട്ടുപോയി, തിരോഭാവം സംഭവിച്ചു, മരണം സംഭവിച്ചു, മൃത്യുവിന്റെ ലോകത്തിലേക്ക് പോയി. പക്ഷെ അടുത്ത കുഞ്ഞ് ജനിച്ചു വന്നു കഴിഞ്ഞില്ലേ? അപ്പോൾ അത് നിത്യമല്ലേ? നമ്മൾ വർത്തമാനം എന്ന് പറയുമ്പോൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അതൊരു സംസാര ചക്രമാണ് എന്ന് പറയുമ്പോഴും അത് എവിടെയെങ്കിലും നിലയ്ക്കുന്നുണ്ടോ? നിലയ്ക്കുന്നില്ല. അത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കിൽ പറഞ്ഞാൽ ക്ഷണഭംഗരങ്ങളായിട്ടുള്ളതായ ഈ ലാവണ്യ അനുഭവവും ദൈവികമായ നിത്യമായ സൗന്ദര്യ അനുഭവവും വാസ്തവത്തിൽ പാരമാർത്ഥികമായ കണ്ണുവെച്ച് നോക്കുമ്പോൾ ഒന്ന് തന്നെയാണ്. സാധാരണ കണ്ണുവെച്ച് നോക്കുമ്പോൾ ഭാവപരതയുടെ ലോകത്തേക്ക് നോക്കിയിട്ട് ഇതാണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതായ കണ്ണുവെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇതെല്ലാം ക്ഷണികങ്ങളാണ്, മറ്റത് അനശ്വരമാണ്. വാസ്തവത്തിൽ അനശ്വരമായിരിക്കുന്നതായ പൊരുളും ക്ഷണികമായിട്ടുള്ളതായ ഭാവപരതയും വേറെ വേറെ ഇരിക്കുന്നില്ല. ഇത് നിത്യവും എല്ലാ കാലവും ഒരുപോലെ ഒന്നിച്ച് ഇരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ശാങ്കര പ്രേമകോശം, ധൃതശ്രീ നിശേഷം, ഇതിൻ്റെ എല്ലാം ഉള്ളിൽ പൊരുളായിരിക്കുന്നതായ ഒരു എറ്റേണൽ ട്രൂത്ത് ഉണ്ട്. അവിടെ വിനായകത്വം എന്ന് പറയുന്ന നിത്യ ഭാസ്വര്യതയുടെ പ്രതീകമാണ്. അത് എന്നും ഉള്ളതാണ്, എന്നും നിലനിൽക്കുന്നതാണ്. നമ്മൾ ഇതിനെയാണ് ഉപാസിക്കുന്നത്. ഈ അറിവിനെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. ഈ അറിവിനെ ഉപാസിച്ചുകൊണ്ട് നിരന്തരമായ ഒരു ധ്യാന പ്രക്രിയയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഞാൻ മരണമില്ലാത്തവനാണ്. ഇനി മരണമില്ലാത്തവനാണ് എന്നുള്ളൊരു തോന്നൽ, ഒരു ദൃഢനിശ്ചയം, ഇനി അതുണ്ടായില്ല എങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പുവരുത്താം, ഈ ശരീരമല്ല ഞാൻ. ഈ ശരീരം പോയി കഴിഞ്ഞാലും വീണ്ടും ഇത് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആവിർഭവിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം, ഒരു എറ്റേണൽ ഫീലിങ്സ് നമുക്കുണ്ടാവും. അവിടെയാണ് നമ്മൾ സന്തോഷവാന്മാരായി മാറുന്നത്, സംതൃപ്തരായിട്ട് മാറുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ദുഃഖം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരാതിരിക്കത്തക്ക തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനെ നമ്മൾ ധ്യാനപരമായി സ്വീകരിക്കണം. ധ്യാനത്തിലേക്ക് വരുമ്പോഴാണ് എല്ലാ സാത്വിക നിഗമനങ്ങളും അതിൻ്റെ ഒരു ക്രീം എന്നുള്ള നിലയിൽ ഒരു നവനീതം പോലെ അതൊരു അസിമിലേഷൻ്റെ തലമാണ്. നമ്മൾ ഇതുവരെ ആർജിച്ചതായ അറിവുകളുടെ എല്ലാം ഒരു അസിമിലേഷൻ, ഒരു രൂപാന്തരീകരണം ധ്യാനത്തിലൂടെ സംഭവിക്കും.
അവിടെ നമ്മൾ ഉള്ളിൽ അനുഭവിക്കുന്നതായ ഒരു ശാന്തി, ഒരു സമാധാനം, അതൊരു നിരന്തര പ്രക്രിയയാണ്. ആ നിരന്തര പ്രക്രിയ നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കണമെന്നുള്ളതാണ്. രസദന്തകോശം, രസത്തായ ശോഭിക്കുന്ന ദന്തകോശത്തോട് കൂടിയവനെ, ദന്തം എന്ന് പറയുന്നത് കൊമ്പാണ്, വിനായകന്റെ കൊമ്പ്. ഈ വിനായകന്റെ കൊമ്പിനെ ദന്തകോശം എന്ന് പറയുന്നത്, ദന്തമാകുന്ന പൂമുട്ട് എന്നാ പറയുന്നത്. പൂമുട്ട് വലിയാണ് അത്രേ വിനായകന്റെ കൊമ്പ്. പൂമുട്ട് വലിയാണോ? കാഴ്ചയിൽ പിച്ചുമുട്ട് പോലെ ഇരിക്കുമെന്നാ പറയുന്നത്. ഇതിനകത്ത് വർണ്ണിക്കുന്നുണ്ട്. നല്ല വടിവുള്ള ആനക്കൊമ്പ് എന്ന് പറയുന്നത്, നല്ല ആകൃതിയുള്ള ആനക്കൊമ്പ് എന്ന് പറയുന്നത് പിച്ചുമുട്ട് എടുത്ത് നോക്കിയാൽ അതുപോലെ ഇരിക്കുന്ന പറയാം. പക്ഷെ ഇവിടെ എപ്പോഴാണ് ഈ വിനായകന്റെ കൊമ്പ് പിച്ചിമുട്ടായി മാറുന്നത്? വിനായകൻ എന്ന് പറയുന്നത് ശത്രുക്കളെ ഹനിക്കുന്ന സമയത്ത് ഈ ഈ കൊമ്പ് എന്ന് പറയുന്നത് വളരെ കൊമ്പനാനയുടെ കൊമ്പ് പോലെ വല്ല ദൃഢതയുള്ളതാണ്. അത് ഒരു വൃക്ഷത്തെ മറ്റും ഒരു മലയൊക്കെ ഇടിച്ചു നിരത്താൻ ഒരു ആനയ്ക്ക് സാധിക്കും, മതമിളകിയ ആനയ്ക്ക് സാധിക്കും. അത്രയ്ക്ക് ദൃഢതയുള്ളതാണ്, വജ്രസമാനമാണ് ഇതിൻ്റെ കൊമ്പെന്ന് പറയുന്നത്. പക്ഷേ വിനായകന്റെ കൊമ്പും അതുപോലെ തന്നെ ഉള്ളതാണ്, വളരെ ദൃഢ സ്വഭാവമുള്ളതാണ്, വജ്രസമാനമാണ്. അത് ശത്രുക്കളെ നേരിടുമ്പോഴാണ്. പക്ഷെ ഇവിടെ നാരായണ ഗുരു ലസദന്തകോശം എന്ന് പറയുമ്പോൾ ആ വിനായകൻ ഭക്തന്മാരെ കാരുണ്യപൂർവം വാത്സല്യപൂർവം ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിനായകനാണ്. ആ വിനായകന്റെ കൊമ്പ് മൃദുലമാണ്. മൃദുല ഭാവത്തിലിരിക്കുന്ന വിനായകന്റെ ആ തരളിത അവിടെ ഒരു രസദന്തകോശം എന്ന് പറയുന്നിടത്ത് പ്രകീർത്തിക്കുകയാണ്. ഒരു പിച്ചിമുട്ട് പോലെ. അത് കാരുണ്യം നിറഞ്ഞ വിനായകന്റെ ദന്തമാണ്. മറിച്ച് ശത്രുക്കളെ ഹനിക്കുന്ന വിനായകനാണെങ്കിൽ ആ പിച്ചുമുട്ട് പോലെയുള്ള സ്വഭാവത്തിലായിരിക്കില്ല ആ കൊമ്പിന്റെ പ്രയോഗം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരു വളരെ മനോഹരമായ രീതിയിൽ, ആലങ്കാരികമായ രീതിയിൽ ഇതൊക്കെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ഇപ്പോൾ ആത്മാവിനെ തന്നെ, നമ്മുടെ ആത്മാവിനെ തന്നെ വളരെ ആരാധ്യമായിട്ട് കാണുന്ന, വളരെ പ്രിയങ്കരമായിട്ട് കാണുന്ന ഒന്നുണ്ട്, ആനുഭൂതികമായി കാണുന്ന ഒന്നുണ്ട്. അതിൽ പ്രേമാതിരമായിട്ട് എന്തെല്ലാം വ്യാകൃത രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം അതിനകത്തുള്ള അനന്ത സാധ്യതകളാണ്. പിന്നെ വളരെ ഒരു പുഷ്കലമായ രീതിയിലാണ് ഗുരുവേദാന്തം അവതരിപ്പിച്ചിരിക്കുന്നത്. ദത്തുക്കളായ ഇളകിക്കൊണ്ടിരിക്കുന്നതായ ശൂലപാശങ്ങളോട് കൂടിയത്. ശൂലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 കവരങ്ങളോടുകൂടി ഇരിക്കുന്ന ത്രിഗുണങ്ങളാണ്. തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ശൂലത്തെ കാണുമ്പോൾ എന്താ വിചാരിക്കുക? ഈ പ്രപഞ്ച സംവിധാനം എന്ന് പറഞ്ഞാൽ ത്രിഗുണാധീനമായിട്ടിരിക്കുകയാണ്. ത്രിഗുണാധീനമായിരിക്കുന്ന പ്രപഞ്ചത്തെ തന്നെ തൻ്റെ കയ്യിലെടുത്തിരിക്കുകയാണ്. ശൂലപാശത്തോടു കൂടി ഇരിക്കുന്നതാണ്. പാശം എന്ന് പറയുന്നാൽ കയറാണ്. ഈ പാശം എന്തിനൊക്കെ 2 രീതിയിൽ ഉപയോഗിക്കാം. ഇവിടെ ശിവൻ എന്ന് പറയുന്ന ഒരു ആദിരൂപ മാതൃകയാണ്. അതിപ്പോൾ ശിവന് വിനായകനിൽ കാണുക. വിനായകനിലേക്ക് കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് ഈ പാശം? അത് ദുഷ്ടന്മാരെ വിനായകൻ ഈ പാശത്തിൽ കെട്ടിമുറുക്കുന്നതാണ് പുരാണത്തിൽ. കെട്ടിവരിഞ്ഞ് അവനെ കാലയവനിക്കുള്ളിൽ പറഞ്ഞേക്കും. അതുകൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. വിനായകനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നവന് തൻ്റെ മനസ്സിനെ സംയമനം ചെയ്യുവാൻ ഈ പാശം കൊണ്ട് കെട്ടി നിയന്ത്രിക്കും. കൃത്തപാശം, കൃത്തമായ ഛേദിക്കപ്പെട്ട പാശത്തോടു കൂടിയവനെ ഞാൻ ഭജിക്കുന്നു. എന്താണ് കൃത്തപാശം? അവിദ്യാപാശങ്ങളാണ്. ആ അവിദ്യാപാശങ്ങളെ അവിദ്യയിൽ കെട്ടിയിട്ടിരിക്കുന്നതായ പാശമുണ്ട്. മനസ്സിനെ ലോക വിഷയങ്ങളിലേക്ക് പോകാതെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആ പാശത്തെ ഉപയോഗിക്കുന്നു. മനസ്സ് ആസുരികമായ ലോകങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനെ തിരിച്ചു പിടിക്കുവാൻ ഒരു പാശം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നു, കൃത്യമായ പാശത്തോട് കൂടിയവനെ അവിദ്യാപാശ ബന്ധങ്ങൾ, അവിദ്യയിലേക്ക് കൊണ്ടുപോകുന്നതായ തലങ്ങളുണ്ട്. അതൊരു പാശമാണ്. അവിടെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. പശുവിനെ കൊണ്ടേ കെട്ടിയിട്ടില്ലേ നമ്മൾ? അതിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങാല്ലാതെ അതിന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മൾ അവിദ്യയാകുന്ന കുറ്റിയിൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ പാശം മുറിച്ചു കളയണം. വിനായകൻ ആ പാശത്തെ മുറിച്ചു കളയുന്നവനാണ്. അപ്പോൾ ഈ വിനായകനെ ഭജിച്ചുകൊണ്ടിരിക്കണം. വിനായകനെ ഭജിച്ച് വിനായകൻ എന്ന് പറയുന്നതായ പൊരുൾ എന്താണ് എന്ന് താത്വികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് വിചാരം ചെയ്യുന്നു, അതിന് വിചാരണ ചെയ്യുന്നു, അത് ധ്യാനത്തിലേക്ക് പോകുന്നു.
അവസാനം വിനായകനും ഞാനും വേറെ അല്ലാതായി മാറുന്നു. അപ്പോഴേ ഈ പാശം മുറിഞ്ഞു പോകുള്ളൂ. മറ്റൊന്നായി കണ്ടുകൊണ്ടല്ല ഉപാസിക്കുന്നത്, തന്നെ തന്നെയാണ്. അപ്പോൾ കൃത്യമായ പാശത്തോടു കൂടിയവനെ, ഛേദിക്കപ്പെട്ട പാശത്തോടു കൂടിയവനെ, അവിദ്യാപാശങ്ങളെ ഛേദിച്ച് നമ്മെ മുക്തരാക്കുന്ന കൃപാനിധിയായ അല്ലയോ വിനായക, പാഹി പാഹി.